ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ടേം കണക്ഷൻസ് എന്നുള്ള അടുത്തൊരു പോർഷനിലേക്ക് നമ്മൾ കയറുവാണേ. അപ്പം ഇവിടെ നമുക്ക് പഠിക്കാനുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ആണ്, എന്ന് വെച്ചാൽ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് കുറേ കഥകളൊക്കെ ബുക്കിൽ ടെക്സ്റ്റിൽ പേജ് നമ്പർ 23, 24 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കണം, വെറുതെ വിട്ടേക്കരുത്. പക്ഷേ അതൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് മെയിൻ പോയിൻ്റാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 25 ഒരു കുഞ്ഞു കോളത്തിൽ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ആ കാര്യങ്ങളെന്ന്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കിയാലേ മുന്നോട്ടുള്ള പോർഷൻ മനസ്സിലാകുള്ളൂ. ഓക്കെ, മനസ്സിലാക്കിയാൽ ഭയങ്കര സിമ്പിളാണ് താനും. നോക്കാം. ആദ്യത്തേത്, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദ 2 ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് എ ടേം ഈസ് ട്വൈസ് ദിസ് ടേം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ചപ്പോൾ തോന്നിയില്ലേ അയ്യോ ഇതെന്താന്ന്? പക്ഷെ ഒന്നുമില്ല, നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ, അപ്പോൾ ആദ്യം നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. ഒന്നാമത്തെ നോട്ടാണേ, അതായത് 3 നോട്ടായിട്ടാണ് ഞാനിത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. 3 നോട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നോട്ടിൽ പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ, ഇപ്പോൾ ഞാനിപ്പം എനിക്കിഷ്ടമുള്ളൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. 3, 6, 9, 12, 15, 18 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് എത്രയാ? 3 അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പം ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി 2 ടേംസ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് എ ടേം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ടേമിനെ ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ 12 ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ 12 നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ മുമ്പിലും പുറകിലുമായിട്ട് കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സം. ഇപ്പോൾ ഈ 12 ഒരു ഡിസ്റ്റൻസിൽ മുമ്പിൽ കിടക്കുന്ന നമ്പർ 15 ആണ്. അതുപോലെ ഒരു ഡിസ്റ്റൻസ് പുറകിൽ കിടക്കുന്ന നമ്പർ 9 ആണ്. അതായത് 12 നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ മുന്നിലും പുറകിലും കിടക്കുന്ന നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് ഈ 12 ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ട്വൈസ് ഓഫ് 12 ആയിരിക്കും. അല്ലേ നോക്കിക്കേ, 9 + 15 എന്ന് വെച്ചാൽ എത്രയാ? 24 ആണ്. അത് തന്നെയല്ലേ 12 × 2 അല്ലേ? 24 അല്ലേ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം ഡിസ്റ്റൻസിൽ കിടക്കുന്ന ടേംസിൻ്റെ സം എന്ന് പറയുന്നത് ആ നടുക്കുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു നമ്പറിൻ്റെ ഡബിൾ ആയിരിക്കും. ഇനി ഇതിപ്പം 1 ഡിസ്റ്റൻസ് അല്ലേ, രണ്ടിടത്തേക്കും ഒരു കോമൺ ഡിഫറൻസിൻ്റെ ഡിസ്റ്റൻസാണ് ഉള്ളത്. ഇനി 2 കോമൺ ഡിഫറൻസിൻ്റെ 3 കോമൺ ഡിഫറൻസിൻ്റെ ഡിസ്റ്റൻസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 12 നിന്ന് ഇത് 1, ഇത് 2, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ്, ഇവിടെ ഒരു കോമൺ ഡിഫറൻസ്, ഒരു കോമൺ ഡിഫറൻസും കൂടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ 21 വരും അല്ലേ. അപ്പോൾ 21 ആണ് ആ ടേം. ഇനി 12 ലെഫ്റ്റ് സൈഡിലേക്ക് 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പം ഇതൊരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ ആ നമ്പർ ഏതാ? ഈ 3 ആ. അപ്പോൾ ഈ 12 നിന്ന് 3 ഡിസ്റ്റൻസ് മുന്നോട്ടും പുറകോട്ടുള്ള നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇവരുടെ സമ്മം നോക്കിക്കേ, 3 + 21 എന്ന് പറയുന്നത് 24 ആയിരിക്കും. ഇതാണ് ആ പറയുന്ന നോട്ട് 1. ഞാൻ ഇനി ഒന്നുകൂടി വായിക്കാം ആ നോട്ട് 1, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ദി 2 ടേംസ് എവിടെ കിടക്കുന്നത്? അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് എ ടേം. ഒരു ടേമിൻ്റെ ആ ടേം ഏത് നമ്മൾ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇവിടെ ഞാനിപ്പോൾ 12 കൺസിഡർ ചെയ്ത പോലെ നിങ്ങൾ ഏത് ടേം കൺസിഡർ ചെയ്താലും ആ ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ എഹെഡ് ആൻഡ് ബിഹൈൻഡ് കിടക്കുന്ന 2 ടേമുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ടേമില്ലേ ആ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് നോട്ട് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഈസി ആയിട്ടുള്ളൊരു നോട്ടാണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ കിടപ്പുണ്ട്. രണ്ടാമത്തത്, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. വീണ്ടും ഇതൊന്നാമത്തെ നോട്ട്. രണ്ടാമത്തെ നോട്ടിൽ വീണ്ടും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 4, 7, 10, 13, 16, 19 എക്സെട്ര പോകുന്ന ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്താൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ്. എനിക്ക് ഞാൻ എഴുതിയപ്പോൾ അങ്ങനെ ആയിപ്പോയത് കേട്ടോ. എപ്പോഴും കോമൺ ഡിഫറൻസ് 3 വരില്ല. വോട്ടെവർ, ഇവിടെ 3 ആണ്. ഫൈൻ. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ദ സം ഓഫ് എ ടേം ആൻഡ് ദ കോൺസിക്യൂട്ടീവ് ടേംസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദിസ് ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേംസ്. വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും ഓ മൈ ഗാഡ് എന്ന് തോന്നും. പക്ഷെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്താൽ ഇതിലിപ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ടേം ഞാൻ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 13 കൺസിഡർ ചെയ്യുക.
നടുക്ക് കിടക്കുന്ന ടേമാണ് എനിക്ക് കൺസിഡർ ചെയ്യാൻ ഇഷ്ടം. അപ്പം ഞാൻ അതങ്ങ് എടുത്തു. അപ്പോൾ ആ ടേമും, അതായത് ഈ 13ഉം പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഈ 13ൽ നിന്ന് എഹഡിലേക്കും ബിഹൈൻഡിലേക്കും സെയിം ഡിസ്റ്റൻസിൽ കിടക്കുന്ന രണ്ട് നമ്പേഴ്സും തമ്മിലുള്ള സം. അപ്പം എത്ര നമ്പേഴ്സ് ഉണ്ട് അവിടെ? 3 നമ്പേഴ്സ് ഉണ്ടാകും അവിടെ. ഇപ്പം ഞാൻ ഈ 13ൽ നിന്ന് 2 ഡിസ്റ്റൻസിൽ കിടക്കുന്ന 2 കോമൺ ഡിഫറൻസിൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന നമ്പേഴ്സിനെ കൺസിഡർ ചെയ്താൽ അതാരൊക്കെയാ? 19ഉം 7ഉം. ഓക്കെ, അപ്പം ഇവരെ 3 പേരെയും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത്, അതായത് 7 പ്ലസ് നമ്മളുടെ കൺസിഡർ ചെയ്ത ടേം പ്ലസ് ഇപ്പുറത്തുനിന്ന് ആ ഡിസ്റ്റൻസിൽ കിടക്കുന്ന നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ടേമില്ലേ, ആ കൺസിഡർ ചെയ്ത ടേമും എത്ര ടേമുണ്ട് അവരും തമ്മിലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും. മീൻസ് നമ്മൾ കൺസിഡർ ചെയ്ത ടേം ഏതാ? 13ഉം ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 ടേംസും ഉണ്ട്. ഇത് രണ്ടും സെയിം ആയിരിക്കും എന്ന് നോക്കാം. ഇത് ആഡ് ചെയ്തേ. 9 + 3 12, 12 + 7 19 അല്ലേ? അപ്പം 19 1 2 3 39 ആണ് ഇവിടെ വരുന്നത്. 30 × 3 എത്രയാ? 39 തന്നെയല്ലേ കിട്ടുന്നേ? മനസ്സിലായോ? അതായത് ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേമും ആ ടേമിൽ നിന്ന് മുന്നോട്ടും പുറകോട്ടും ഒരേ ഡിസ്റ്റൻസ് വരുന്ന 2 ടേമുകളും. ഇപ്പം ടോട്ടൽ എത്ര ടേം ഉണ്ട്? 3 ടേമുകൾ. ആ 3 ഇങ്ങനെ കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള 3 ടേമുകളെ കൺസിഡർ ചെയ്താൽ അവരുടെ സം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ആ ടേമും പിന്നെ 3 ടേം അല്ലേ ഉള്ളേ, അത് തമ്മിലുള്ള പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നതെന്ന്. മനസ്സിലായോ? അപ്പം ഇത് 3 ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ നമ്മൾ കൺസിഡർ ചെയ്ത ടേമിനെ × 3 ചെയ്താൽ മതി. ഇതിരുന്ന് ആഡ് ചെയ്യേണ്ട കാര്യമില്ലാന്ന്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നോട്ട്. ഇനി മൂന്നാമത്തെ നോട്ട് പേജ് നമ്പർ 26 കിടപ്പുണ്ട്. മൂന്നാമത്തെ നോട്ട്. ഓക്കെ. The sum of an odd number of consecutive terms of an arithmetic sequence is the product of the middle term and the number of terms. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. മറ്റേത് രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഇത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ 5 10 15 ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യാം. ഏത് വേണം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. ഇനി പറയുന്നത് ഇങ്ങനൊരു അരിത്മെറ്റിക് സീക്വൻസിൽ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്തടുത്ത് കിടക്കുന്ന ഓഡ് നമ്പർ ഓഫ് ടേംസ്. ഓഡ് നമ്പർ ഓഫ് ടേംസ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു ടേം ആകാം, അല്ലെങ്കിൽ 3 ടേം ആകാം, അല്ലെങ്കിൽ 5 ടേം ആകാം, അല്ലെങ്കിൽ 7 ടേം ആകാം, അല്ലെങ്കിൽ 9 ടേം ആകാം. ഇങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടേംസിനെ അടുത്തടുത്ത് കിടക്കുന്നതിനെ കൺസിഡർ ചെയ്താൽ അതിൻ്റെ സം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു എളുപ്പവഴി ഇവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ എളുപ്പവഴി ഇതാണ്. സം ഓഫ് ദി ഓഡ് ടേംസ്, സം ഓഫ് ദി ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഇൻ ആൻ കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചിട്ടുണ്ട്, കണ്ടിന്യൂസ് എന്നാണ് കേട്ടോ. ടേംസ്, കോൺസിക്യൂട്ടീവ് ടേംസ് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതി വെച്ചോ. മിഡിൽ ടേം, ആ ഒരു നമ്പർ ഓഫ് ടേംസിൽ ഏറ്റവും മിഡിൽ കിടക്കുന്ന ടേം ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് മിഡിൽ ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. നമ്പർ ഓഫ് ടേംസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ടേംസ് നമ്മൾ എത്ര നമ്പറിനെ എടുക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നോട്ടുള്ളതിനകത്ത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കണേ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ പറഞ്ഞ 5 10 15 20 25 എന്ന് 25 30 എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു സീക്വൻസ് ഞാൻ ആദ്യം ഒരു 3 നമ്പേഴ്സ്, 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ലേ, 3 നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഏതെങ്കിലും 3 നമ്പേഴ്സിനെ കൺസിഡർ ചെയ്യാൻ പോവാം. അപ്പോൾ ഇനി എവിടുന്ന് വേണേലും എടുക്കാം, കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നതിനെ എടുക്കാവുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ 3 എടുക്കുക. 15 20 25 കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുവാണ്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് ആണ്, അതുപോലെ ഓഡ് നമ്പർ ഓഫ് ടേംസും ആണ്. ഇവരുടെ സം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു നോട്ട് വെച്ചിട്ട് എന്താന്നാ പറഞ്ഞത്? മിഡിൽ ടേം ഇൻറ്റു, മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഉണ്ട് ഇവിടെ? 3 ടേം ഇൻറ്റു 3 എത്ര കിട്ടി? 60 കിട്ടി. ഇതായിരിക്കും ആൻസർ എന്നാണ് പറയുന്നത്. ആഡ് ചെയ്ത് നോക്കിക്കേ. 15 + 20 + 25 എത്ര കിട്ടും? 60 കിട്ടിയില്ലേ? കണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ആഡ് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്താൽ മതി എന്ന്. ഇനി ഈ ഒരു സീക്വൻസിൽ തന്നെ ഞാനൊരു 5 ടേംസിനെ
എടുക്കുക. ഈ 10 തൊട്ട് 25 വരെയുള്ള 5 ടേംസിനെ കൺസിഡർ ചെയ്യുക. അയ്യോ അത് 4 ഉള്ളൂ, എന്നോട് ക്ഷമിക്കണം, ഇതാണ് 5, സോറി. 5 തൊട്ട് 25 വരെയുള്ള 5 ടേംസിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം ഈ 5 ടേംസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കും? ഈ 5 ടേംസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ഏതാ? മൂന്നാമത്തെ ടേം ആയിരിക്കും അല്ലേ? 5 എണ്ണത്തിൽ നടുക്ക് നിൽക്കുന്നയാള് മൂന്നാമത്തെ ആളല്ലേ? അത് തന്നെ. അപ്പം മൂന്നാമത്തെ ടേം ആയിരിക്കും മിഡിൽ ടേം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 5. അപ്പോൾ 15 ഇൻറ്റു 5 ചെയ്യുന്നതായിരിക്കും അവിടുത്തെ ആൻസർ. 75 അല്ലേ? നോക്കിക്കേ, 5 + 10 15, 15 + 50 15 30, 30 + 20 എത്രയാ? 50, 50 + 25 എത്രയാ? 75. കണ്ടോ? അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്. അപ്പോൾ ഇത് 3 എണ്ണം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ? ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി കുറച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് പോണത്. പേജ് നമ്പർ 26ൻ്റെ എക്സർസൈസ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 8 ആണ് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ സം ഓഫ് ദി പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ പെയേഴ്സ് ഓഫ് ടേംസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇവിടെ കുറച്ച് ടേംസിന് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം നമുക്കറിയത്തില്ല, തേർഡ് അറിയത്തില്ല, ഫോർത്ത് ടേം 8 ആണ് തന്നിട്ടുണ്ട്. പിന്നെ 5th 6th 7th വരെ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 7 ടേംസ് ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് കേട്ടോ. ഇനി 8 ആണ് തന്നിരിക്കുന്ന ടേം. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടേം 8 ആണ്. ആദ്യത്തെ പെയർ നമുക്ക് സമ്മ് കണ്ടുപിടിക്കേണ്ടത് തേർഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെയും കൂടെയാണ്. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, 5th ടേം, 6th ടേം, 7th ടേം. തേർഡ് ആൻഡ് 5th, തേർഡ് ടേമും 5th ടേമും നോക്കിക്കേ, നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന കൺസിഡർ ചെയ്ത ടേമിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് മുമ്പിലും പുറകിലും കിടക്കുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അവരുടെ സമ്മ് എന്തായിരിക്കും എന്നാണ് നമ്മൾ ഫസ്റ്റ് നോട്ടിൽ പഠിച്ചത്? അവരുടെ സമ്മ് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും എന്നാണ് പഠിച്ചത്. ട്വൈസ് ഓഫ് ദാറ്റ് നമ്പർ എന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് ഏതാ ടേം എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും ഇവരുടെ സമ്മ് എന്ന് പറയുന്നത് 2 × 8 ആയിരിക്കും, അതായത് 16 ആയിരിക്കും. കാരണം എന്താ? ബൈ നോട്ട് 1. എന്തായിരുന്നു നോട്ട് 1 പറഞ്ഞിരുന്നത്? ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ദി സം ഓഫ് 2 ടേംസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് ഓഫ് എ ടേം ഈസ് ട്വൈസ് ദിസ് ടേം. അത് നിങ്ങൾ എക്സാമിന് വരുവാണെങ്കിൽ ഇത് എഴുതി വെച്ചിട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് ബൈ ദിസ് തിയറം എന്നോ അല്ലെങ്കിൽ ദിസ് സ്റ്റേറ്റ്മെന്റ് എന്നോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതി വെക്കണം കേട്ടോ. അല്ല വെറുതെ നമുക്ക് തന്നെ പറയാനൊന്നും പറ്റില്ല. ഇതൊരു റിസൾട്ടാണ്. ബൈ ദ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിസൾട്ട് കൂടെ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതി വെക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേമിനെ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ മുമ്പിലും പുറകിലും കിടക്കുന്ന 2 ടേംസിന്റെ സം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ടേമിന്റെ ഡബിൾ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് 16 കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തത് ബി ഏതാണ്? സെക്കൻഡ് ആൻഡ് സിക്സ്ത്. ഇതാണ് സെക്കൻഡ് ടേം, ഇതാണ് 6th ടേം. നമ്മളുടെ 4ൽ നിന്ന് 2 ഡിസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഇവരുടേതും ഈ പറഞ്ഞ സെയിം പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യത്തില്ലേ? അപ്പോൾ എന്താണ്? ഈ 8ന്റെ ഡബിൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 ടേംസിന്റെ സമ്മും 2 × 8 വിച്ച് ഈസ് 16 ആയിരിക്കും. കണ്ടോ? മനസ്സിലായല്ലോ അല്ലേ? ബൈ ദ സെയിം റിസൾട്ട്. മൂന്നാമത്തത് ഫസ്റ്റ് ആൻഡ് സെവൻത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഫസ്റ്റും 7th ഈ 4th ടേമിൽ നിന്ന് 1 2 3 ഡിസ്റ്റൻസിലാണ്. ഇവിടെയും 1 2 3 ഡിസ്റ്റൻസിലാണ്. സെയിം ഡിസ്റ്റൻസ് ആണ് മുന്നോട്ടും പുറകോട്ടും നമ്മൾ കൺസിഡർ ചെയ്ത ടേമിൽ നിന്ന്. അപ്പോൾ അവിടെയും സം എന്തായിരിക്കും? ആ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും, അതായത് 16 ആയിരിക്കും അവിടുത്തെ സമ്മ്, ആ 2 ടേംസിൻ്റെ സമ്മ്. കണ്ടോ? നമ്പർ ഏതാന്ന് പോലും നമുക്കറിയത്തില്ല. പൊസിഷൻ വെച്ചിട്ട് നമ്മൾ അവരുടെ സമ്മ് കണ്ടുപിടിച്ചു ബൈ ആ ഒരു റിസൾട്ട്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിലത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദി തേർഡ്, ഫോർത്ത് ആൻഡ് 5th ടേം? സം ഓഫ് തേർഡ്, ഫോർത്ത് ആൻഡ് 5th ടേം. ഇവിടെ 3 ടേം കൺസിഡർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ നോട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ടേം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു.
ആ ടേമിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന 2 ടേമിനെയും കൂടി കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ നോക്കിക്കേ, 4th ടേമിനെ ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. കണ്ടോ, 4th ടേം ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആ ടേമും അതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന 5ഉം 3ഉം ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ 3 ടേമിന്റെ സമ്മിന് എന്ത് പ്രത്യേകതയുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്? ഇത് നമുക്ക് 2 നോട്ടും വെച്ച് പറയാം കേട്ടോ. സെക്കൻഡ് റിസൾട്ടും തേർഡ് റിസൾട്ടും വെച്ച് പറയാം. തേർഡ് റിസൾട്ടിൽ ഓഡ് നമ്പർ ഓഫ് ടേംസ്, ഇവിടെ 3 ടേംസ് അല്ലേ ഉള്ളേ. അപ്പൊ നമുക്ക് എങ്ങനെയാ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നതെന്നാ പഠിച്ചത്? നമ്മൾ പഠിച്ചു മിഡിൽ ടേം ഇതിനകത്ത് ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കണ്ടെങ്കിൽ അതിലെ മിഡിൽ ടേമിനെ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ റിസൾട്ട് 3ൽ പഠിച്ചായിരുന്നു. അത് വെച്ചിട്ടും അല്ലെങ്കിൽ രണ്ടാമത്തെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ മിഡിൽ ടേം 4th ടേമാ, അത് തന്നിരിക്കുന്നത് 8 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം മിഡിൽ ടേം 8 ആണ്. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്, എത്ര ടേം ഉണ്ട് ഇവിടെ? 3. അപ്പം 8 × 3 24 ആയിരിക്കും. കിട്ടിയില്ലേ? അപ്പോൾ ഈ 3 കൂടെ സമ്മ് 24 ആയിരിക്കും നമ്മൾ റിസൾട്ട് 2 വെച്ചിട്ട് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദി 5 terms from the 2nd to the 6th? Sum of 5 terms, 5 terms എവിടെ തൊട്ടാ? From 2nd term to the 6th term. 6th term. അപ്പം ഈ ഒരു സീക്വൻസിൽ ഈ 2nd ടേം മുതൽ 6th ടേം വരെയുള്ള 1, 2, 3, 4, 5 ടേംസിനെ കൺസിഡർ ചെയ്താൽ അവരുടെ സം എന്തായിരിക്കും? നോക്കിക്കേ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിനെ കൺസിഡർ ചെയ്തേക്കുവാ നമ്മൾ. അവരുടെ സം എന്തായിരിക്കും? സെയിം ഫോർമുല. എന്താണ്? ഇസ് ഈക്വൽ ടു അവരുടെ മിഡിൽ ടേം ഏതാണോ ആ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് ടേംസ് ആണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ മിഡിൽ ടേം നോക്കിക്കേ 5 നമ്പേഴ്സാ. അതിൽ നടുക്ക് കിടക്കുന്നത് 3ാമത്തെ ടേം ആയിരിക്കില്ലേ നടുക്ക്. അപ്പൊ നടുക്ക് കിടക്കുന്നത് 4th ടേമാ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 8 ആണെന്ന്. അപ്പൊ ഇവിടുത്തെ മിഡിൽ ടേം 8 ആണ്. നമ്പർ ഓഫ് ടേംസ് എത്രയാ? എത്ര പേരുണ്ട്? 1, 2, 3, 4, 5 ടേംസ്. അപ്പം 8 × 5 which is 40. കിട്ടിയില്ലേ? ഏതാ റിസൾട്ട്? റിസൾട്ട് 3. ഓക്കെ, ഇനി 4th 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. 4ാമത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദി 7 ടേംസ് ഫ്രം ദ 1st to the 7th? അപ്പം നമ്മളുടെ ഈ ഒരു സീക്വൻസിൽ 1st തൊട്ട് 7th വരെയുള്ള ടേംസിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അവരുടെ സം എത്രയാണ്? ഈ 7 ടേംസ് എന്ന് പറയുന്നതും ഓഡ് നമ്പർ ഓഫ് ടേംസ് അല്ലേ? 7 ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7 ടേംസിന്റെ സമ്മ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് അരിത്തമെറ്റിക് സീക്വൻസിൽ കണ്ടുപിടിക്കുന്നത് മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് അല്ലേ? അപ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് 7 നമ്പേഴ്സിൽ മിഡിൽ വരുന്നത് 4ാമത്തെ ടേം അല്ലേ? അപ്പം 8 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ? 56 എന്ന് വരും. എളുപ്പമല്ലായിരുന്നോ? ഭയങ്കര ഈസി അല്ലേ? ആ 3 റിസൾട്ട് മാത്രം പഠിച്ചാൽ മതി ഇത്രയും ചെയ്യാനായിട്ട്. ഓക്കെ, 1 വേർഡ് ഒക്കെ ചോദിക്കാനായിട്ട് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 2. നമുക്ക് ഈ പറഞ്ഞ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണ്. ആൻഡ് ദ സം ഓഫ് ദി 9th, 10th ആൻഡ് 11th ടേംസ് ഇസ് 90. സം ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലേ? സം ഓഫ് 9th, 10th ആൻഡ് 11th ടേം എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 90. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഓക്കെ, ഫസ്റ്റ് 3 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓഫ് ദ സീക്വൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് വെച്ചിട്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മളിപ്പോൾ പഠിച്ച റിസൾട്ടിനകത്ത് ഏതുമായിട്ടാണ് ഇതിന് ബന്ധം? ഇത് നമുക്ക് ഒന്നെങ്കിൽ റിസൾട്ട്, 2ാമത്തെ റിസൾട്ടോ 3ാമത്തെ റിസൾട്ടോ യൂസ് ചെയ്യാം അല്ലേ? 3 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ്, കോൺസിക്യൂട്ടീവ് അല്ലേ, അടുത്തടുത്തുള്ള ടേംസ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്ക് ഇപ്പം പഠിച്ച ആ ഒരു ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ റിക്വയർഡ് സം ഈസ് ഈക്വൽ ടു, റിക്വയർഡ് സം എങ്ങനെയാണ് കിട്ടുക? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാം? ഈ സമ്മ് 90 ഞാൻ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമ്മ് 90 ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, മിഡിൽ ടേം ഏതാണെന്ന് നമുക്കറിയാവോ? മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 10th ടേം ആണ്.
പക്ഷെ അത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. എത്ര നമ്പർ ഉണ്ട്? 3 ടേംസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് 10th ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? 10th ടേം കണ്ടുപിടിക്കാനായിട്ട് 10th ടേമിൻ്റെ കൂടെയുള്ള ഈ 3നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലേ? ഈ 3 ഇവിടെ എന്ത് ചെയ്തിരിക്കുക? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പുറത്ത് ചെല്ലുമ്പോൾ അത് ഡിവിഷൻ ആകും. സോ 90 ഡിവൈഡഡ് ബൈ 3 എന്നാകും. അതായത് 10th ടേം 30. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 9th ടേം ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് തന്നിട്ടില്ലേ? അപ്പോൾ 9th ടേം എന്ന് പറയുന്നത് 30 - 2 അല്ലെങ്കിൽ 28 ആയിരിക്കും. ഓക്കെ, 11th ടേമോ? 11th ടേം എന്ന് പറയുന്നത് 30 + 2 32 ആയിരിക്കും. ഓക്കെ, ഇത്രയും സാധനങ്ങൾ കിട്ടി. ഇനി നമ്മളോട് എന്നാ ചോദിച്ചിരിക്കുന്നത്? ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആദ്യത്തെ 3 ടേംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മളുടെ സീക്വൻസിൽ 9, 10, 11 നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം നമ്മൾ ആദ്യമേ പഠിച്ച സംഭവം ഉപയോഗിച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഏതാണ്? 9th ടേമിൽ നിന്ന് എത്ര കോമൺ ഡിഫറൻസാണ് കുറയ്ക്കണ്ടേ? 8 കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പം നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. 9th ടേം ഇവിടെ ഏതാ? 9th ടേം ഇവിടെ 28 28ൽ നിന്ന് 8 കോമൺ ഡിഫറൻസ്. ഡി എത്രയാ? 2. 8 × 2. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28 - 16 കിട്ടും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് വരും. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് ടേം 12 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ടേംസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ സീക്വൻസ് ഏതാ? 12, 14, 16. ഇതായിരിക്കും ആദ്യത്തെ 3 ടേംസ് ആ ഒരു സീക്വൻസിൽ. ഓക്കെ അല്ലേ? എളുപ്പമല്ലായിരുന്നു ഈ ഒരു പോർഷൻ? ആകെ ആ ഒരു 3 റിസൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരെണ്ണമായിരുന്നു അല്ലേ? പക്ഷേ ആ 3 റിസൾട്ടും ഭയങ്കര സിമ്പിളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടേ മുന്നോട്ട് പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ അടുത്ത വീഡിയോയിൽ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പോർഷനും കൂടി ഉള്ള ഈ ഒരു ചാപ്റ്റർ തീരാനായിട്ട്. ഭയങ്കര ഈസി ചാപ്റ്ററാണ്, വിട്ട് കളഞ്ഞേക്കരുത്. എല്ലാവരും മസ്റ്റായിട്ട് ഫുൾ മാർക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മേടിക്കണം കേട്ടോ. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവർ നമുക്ക് താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലേക്കൊന്ന് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് നോട്ട്സ് ഇതിൽ കൂടെ ഞങ്ങൾ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് പോർഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.